ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് പുതുതായി നിരത്തിലിറങ്ങിയ KSRTC വിന്റേജ് ബസിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. 2026 മാർച്ച് 12 തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന്റെ മുന്നിൽ വെച്ചാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഈ ബസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 1960-70 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തിയിരുന്ന അശോക് ലൈലാൻഡ് കൊമറ്റ് മോഡൽ ബസ്സുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. നെയ്യാറ്റിൻകര ഡിപ്പോയിലെ RSM 452 എന്ന നമ്പറിലുള്ള 2013 മോഡൽ അശോക് ലൈലാൻഡ് ബസ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലെ ജീവനക്കാരാണ് ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിന് പിന്നിൽ. കാഴ്ചയിൽ തന്നെ വ്യത്യസ്തനാകുന്ന ഈ ബസിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. വിന്റേജ് ഗ്രീൻ നിറം, പഴയ കാലത്തെ പോലെ വട്ടത്തിലുള്ള ഹെഡ്ലൈറ്റുകൾ, മുൻവശത്ത് രണ്ടായി തിരിച്ച വിൻഷീൽഡ് ഗ്ലാസ്, പഴയ മോഡൽ ഗ്രില്ലും ഷട്ടർ ജനലുകളും. വിൻഷീൽഡ് ഗ്ലാസുകൾ മുന്നിലേക്ക് തുറന്നു വയ്ക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഡ്രൈവർ ക്യാബിൻ, ഗിയർ ലിവർ, സീറ്റുകൾ എന്നിവ പൂർണ്ണമായി പഴയ കാലഘട്ടത്തിൻ്റെതിന് സമാനമാണ്. 52 പേർക്ക് യാത്ര ചെയ്യാം. നിലവിലുള്ള റൂട്ട് കിഴക്കേക്കോട്ട, കവടിയാർ, പേരൂക്കട റൂട്ടിലാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. നഗരത്തിന്റെ പൈതൃകം നിലനിർത്താനും സഞ്ചാരികളെയും പുതുതലമുറക്കാരെയും ആകർഷിക്കാനുമാണ് ഇതിന്റെ ഉദ്ദേശം. വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കും വിവാഹ ഷൂട്ടിങ്ങുകൾക്കും ഈ ബസ് വാടകയ്ക്ക് നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. KSRTCയുടെ മെക്കാനിക്കുകൾ അവർ തന്നെ രൂപകൽപ്പന ചെയ്ത പഴയ മോഡൽ KSRTC 1959-കളിൽ 60-കളിലും ഒക്കെ തിരുവനന്തപുരം നഗരത്തിൽ ഓടിയിരുന്ന പഴയ സിറ്റി ബസ്സാണ്. ബസ് ഗ്രീൻ എന്ന കളറോടുകൂടി അന്ന് ഓടിയിരുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ മോഡൽ പുതിയ വണ്ടി തന്നെയാണ്, പക്ഷെ മോഡൽ നമ്മൾ മാറ്റി പഴയ മോഡലാക്കിയിരിക്കുന്നത്, എല്ലാം പഴയതുപോലെ ആക്കി. ഇത് നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങിന് വേണ്ടിയിട്ട്, കാരണം തിരുവനന്തപുരം നഗരത്തിൻ്റെ പാരമ്പര്യം, ചിത്രേനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ഈ സർവീസ് തുടങ്ങിയതിന് ശേഷം മോഡേൺ യുഗത്തിലേക്ക് വന്ന ആദ്യത്തെ വണ്ടി. ആദ്യമെല്ലാം സ്റ്റീം എഞ്ചിനായിരുന്നു, അതെല്ലാം മാറി ഡീസൽ എഞ്ചിനിലേക്ക് വന്ന സമയത്ത് അശോക് ലൈലാൻഡ് കോമറ്റ് എന്ന വണ്ടിയാണ് അന്ന് ഉണ്ടായിരുന്നത്. പഴയ ഫോട്ടോ നോക്കിയിട്ട്, KSRTCയുടെ പഴയ ഫോട്ടോ നോക്കിയിട്ട് ഇത് തിരഞ്ഞെടുത്താണ്. ഈ കളർ മാത്രം എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ബാക്കി ഡിസൈനൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പഴയ ഫോട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് വെച്ചാണ് KSRTCയിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തന്നെയാണ് ഇത് നിർമ്മിച്ചെടുത്തതെന്നുള്ള അഭിമാനകരമായ കാര്യങ്ങൾ. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഒരു പുതിയ ബസ്സിനെ ഇങ്ങനെ ഓൾട്ടർ ചെയ്തത്. ഇതിനെ ഷട്ടറും എല്ലാം മാറ്റി പിന്നെ ഇതൊക്കെ ഇട്ടിരിക്കുകയാണ്, സൈഡ് കർട്ടൻ ഇട്ടിരിക്കുകയാണ്. പണ്ട് കർട്ടനാണ്, പിന്നീടാണ് ഷട്ടറായി മാറുന്നത്. അപ്പോൾ സൈഡ് കർട്ടനാണ്, പഴയ പെയിൻറ്റും കളറും, സീറ്റെല്ലാം പഴയ പോലെയാക്കി, പഴയ സീറ്റാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്ന് പേരൂക്കട വരെ സർവീസ് നടത്താൻ ആദ്യഘട്ടത്തിൽ. അതിൻ്റെ റെസ്പോൺസ് കണ്ടതിന് ശേഷം ഒരു പക്ഷേ നമ്മുടെ ഡബിൾ ഡെക്കർ പോലെ ഒരു ബഡ്ജറ്റ് ടൂറിസം ഓപ്പറേഷനാക്കി മാറ്റും. അത് ഒരു ട്രിവാൻഡ്രത്ത് കൂടി പഴയ ചരിത്രത്തിൻ്റെ ഓർമ്മകളുമായി കടന്നു പോകുന്ന ഒരു KSRTC ബസ് എന്നുള്ള നിലയിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഇത് പല രാജ്യങ്ങളിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ്. പല രാജ്യങ്ങളിലും ഇങ്ങനെ പഴയ സാധനങ്ങൾ, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവരുടെ പഴയ മോഡൽ വണ്ടികൾ അവരെ സംരക്ഷിക്കാറുണ്ട്. ഇപ്പോഴും അവരത് പുതിയ വണ്ടി തന്നെ അങ്ങനെ ആ രൂപത്തിൽ ചെയ്ത് ഓടിക്കാറുണ്ട്. പല കമ്പനികളും ഇപ്പോൾ ഈ ലോകത്തുള്ള പല കമ്പനികളും അവരെ പഴയ മോഡൽ വണ്ടികൾ വീണ്ടും ലിമിറ്റഡ് എഡീഷനായിട്ട് ഇറക്കിയിട്ട് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്. വലിയ ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഒരു വണ്ടി KSRTCയിൽ ശ്രദ്ധേയമായ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി ഒരു വണ്ടി പഴയ മോഡലിലേക്ക് മാറ്റിയിരിക്കുന്നു. വണ്ടിയെല്ലാം എഞ്ചിനെല്ലാം പുതിയതാണ്, വണ്ടിക്ക് റണ്ണിങ് എല്ലാം കറക്റ്റായിരിക്കും, പക്ഷേ ബോഡി പഴയ ബോഡിയായിരിക്കും, പഴയ ഒരു ഷേപ്പാണ്. അത് പഴയ ഓർമ്മകൾ. തിരുവനന്തപുരത്ത് ഇപ്പോൾ ജീവിക്കുന്നതിലൊരു 65-70 വയസ്സിനും 60 വയസ്സിനും മേളിലുള്ള ആൾക്കാർക്കെല്ലാം ഇത് ഓർമ്മകളാണ്. ഈ ഒരു വണ്ടിയുടെ രൂപവും അന്നത്തെ സർവീസുകളൊക്കെ ഓർമ്മകളാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള മറ്റൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.